എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു ഹെയർ ബോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടിയിട്ട് നമ്മുടെ മക്കൾക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. ആദ്യം നമ്മൾ ഈ 3 ക്ലോത്ത് കൊണ്ടും ഫ്ലവർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഗ്രീൻ കളർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം, ബാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ വീതി നമ്മൾ എടുത്തിരിക്കുന്നത് 2.5 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നീളം നമ്മളൊരു 20 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി ഈ ക്ലോത്തിനെ നമുക്ക് ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കാം കേട്ടോ. മടക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു സൂചി ഉപയോഗിച്ചിട്ട് ഇതുപോലെ അങ്ങ് കുത്തി തുന്നിയെടുക്കാം. ഞാനിപ്പോൾ ത്രെഡ് 4 ഇഴയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ഈ ഒരു ക്ലോത്ത് മുഴുവനായിട്ട് ഇതുപോലെ കുത്തി തുന്നിയെടുക്കണം. ഇപ്പം നമ്മൾ ഫുള്ളായിട്ടും ഇതുപോലെ അങ്ങ് കുത്തി തുന്നി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ത്രെഡും കൂടെ നന്നായി ഒന്ന് വലിച്ചു കൊടുക്കാം. ഇനി വലിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 2 സൈഡിലെയും നൂലുകൾ തമ്മിൽ കെട്ടിക്കൊടുക്കണം. ത്രെഡ് നമുക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുക. കെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ അങ്ങ് വിടർത്തി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഫ്ലവർ നല്ല ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ ജോയിൻ്റ് ഭാഗമാണ്, ഇതിനെ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ കൈകൊണ്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് എന്നിട്ട് ബാക്കി വരുന്ന ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തെ തയ്യലെല്ലാം കൂടി നിൽക്കുന്നത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്കൊരു പേള് തുന്നിയെടുക്കാം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് തന്നെ. ഇപ്പം നമ്മളുടെ ഗ്രീൻ കളർ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 കളറിലെയും കൂടി ഇതുപോലെ തന്നെ ഫ്ലവർ ചെയ്തെടുക്കാം.
ഇത് 1.5 ഇഞ്ച് വീതിയുള്ള ഒരു സ്ട്രിപ്പാണ്. ഇതിനെ നമ്മൾ നടുമടക്കിയിട്ട് ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ഒന്ന് ക്രോസ് ആക്കി ഒന്ന് തയ്ച്ച് പിന്നെ നേരെയായിട്ട് തയ്ച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ പീസിനെ 7.5 ഇഞ്ച് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ബാക്കി വരുന്ന ഭാഗവും നമുക്ക് ഇതുപോലെ ഫസ്റ്റ് ക്രോസ് ആക്കി ഒന്ന് തയ്ച്ചതിന് ശേഷം ബാക്കി നീളത്തിൽ തയ്ച്ചെടുക്കാം. ഇത് നമ്മൾ 10.5 ഇഞ്ചാണ് നീളം എടുക്കുന്നത്. ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ തയ്ച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പാർട്ടിന് ഇത് പഴയ ഒരു ഹെയർ ബാൻഡിൻ്റെ ഉള്ളിലുള്ള കമ്പിയാണ് കേട്ടോ. അത് നമുക്ക് ഇതുപോലെ അങ്ങ് വെച്ചിട്ട് ഈ ക്ലോത്തിനെ അങ്ങ് മറിച്ചെടുക്കാം. അടുത്ത ഭാഗവും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനലിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലീവ്സ്, അതുപോലെ തന്നെ ബേബി ഫ്രോക്ക്, ഹെയർ ബോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടെ പോയി ഒന്ന് കണ്ടു നോക്കൂ. ഇപ്പം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല ഹെയർ ബോ വൃത്തിക്ക് തന്നെ കിട്ടും. ഇനി നമുക്ക് ഓരോ ഫ്ലവറായിട്ട് ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗ്ലൂ ഗൺ കൊണ്ടാണ് ചെയ്യുന്നത്. ഇതില്ലെങ്കിൽ ഫാബ്രിക് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചെടുത്താലും മതി. നമ്മൾക്ക് ഈ ജോയിൻറ്റ് വരുന്ന ആ പാർട്ടിൽ വേണം ആദ്യത്തെ ഫ്ലവർ നമ്മൾ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഓരോ ഫ്ലവറായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ ഫ്ലവറും കൂടി ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹെയർ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്